ബിഗ് ബോസ് മലയാളം സീസൺ 7 50 ദിവസം പിന്നിടുമ്പോൾ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു മത്സരാർത്ഥി സീരിയൽ താരം അനുമോളാണ്. ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടൻസ് നൽകിയിട്ടുള്ള മത്സരാർത്ഥി അനുമോളാണ്. PR വർക്കുണ്ടെന്ന് ബിഗ് ബി പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അനുവിൻ്റെ PRൻ്റേത് എന്ന രീതിയിൽ ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇത്തവണ നോമിനേഷൻ വന്നിട്ടുള്ള ആരിനെ പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് ഓഡിയോ. ഈ വോയിസ് പുറത്തു വന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. ഈ ആഴ്ച നോമിനേഷനിൽ വന്ന മത്സരാർത്ഥികളുടെ വിധി അനുവിൻ്റെ വോട്ട് ബാങ്കിനെക്കുറിച്ച് ആശ്രയിച്ചാണെന്നും സായി കൃഷ്ണ പറയുന്നു. സായി കൃഷ്ണയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം. പലരും നോമിനേഷനിൽ പേരുകൾ പറയുന്നത് പേഴ്സണൽ ഇഷ്യൂസ് മനസ്സിൽ വെച്ചാണെന്ന് പ്രകടമാണ്. ആരും ചിന്തിച്ചിട്ടല്ല നോമിനേഷൻ ചെയ്യുന്നത്. വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാനൊന്നും ആരും ശ്രമിക്കുന്നില്ല. നോമിനേഷനിൽ തന്നെ അത് വ്യക്തമാണ്. ഗെയിം എന്ന രീതിയിൽ നോമിനേഷൻ ചെയ്തത് വളരെ കുറച്ച് മത്സരാർത്ഥികൾ മാത്രം. അക്ബർ, ആര്യൻ, ജിസേൽ, സാബ്മോൻ, ആദില, ലക്ഷ്മി, ബിന്നി, ജിഷിൻ, ഷാനവാസ്, അനീഷ് എന്നിവരാണ് നോമിനേഷനിൽ ഇത്തവണ വന്നിട്ടുള്ളത്. ഷാനവാസും അനീഷും ഒരുമിച്ച് നോമിനേഷനിൽ വന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷനാകും. വോട്ട് ബാങ്ക് സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരാൾ ആദിലയാണ്. ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം നെഗറ്റീവ് ഗെയിം നൂറയെ സംരക്ഷിക്കാൻ ആദില കളിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അനുമോളുടെ വോട്ട് ആദിലയ്ക്ക് ലഭിക്കില്ല. അതിനൊരു കാരണമുണ്ട്. അക്ബറിൻ്റെ വോട്ട് മാത്രമേ കിട്ടൂ. ഡേഞ്ചറസ് സോണിലുള്ള ഒരാൾ അഭിലാഷാണ്. സാബുമോൻ ഡേഞ്ചറസ് സോണിലില്ല. സാബുമോൻ സ്വന്തം കണ്ടലിലൂടെ വോട്ട് നേടി ഹൗസിൽ തുടരുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടില്ല. സാബുമോൻ രക്ഷപ്പെടുന്നത് സ്ട്രോങ് കണ്ടസ്റ്റൻസ് പുറത്തു പോകാനായി ഹെവി PR ഉള്ള മത്സരാർത്ഥികളുടെ ആളുകൾ വീക്കായി സാബുമോനെ വീട്ടിൽ നിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് പുറത്തേക്ക് ബിഗ് ബോസ്. അനുമോൾക്ക് സ്ട്രോങ് PR ഉണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സാബുമോനും ലക്ഷ്മിയും വോട്ട് കുത്തും. അപ്പോൾ ബിന്നി, അഭിലാഷ് തുടങ്ങിയവരുടെ നിലനിൽപ്പ് പരിങ്ങിലാകും. ജിഷിനും PR ഒന്നുമില്ല. ഭാര്യ മാത്രമാണ് ജിഷിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അനുമോളുടെ വോട്ട് ബാങ്കാണ് ഇത്തവണ മത്സരാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുക എന്ന് സായി കൃഷ്ണ പറഞ്ഞു. അൺഒഫീഷ്യൽ പോൾ നോക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള മത്സരാർത്ഥിയാണോ അവർക്ക് വോട്ട് ചെയ്യുക. ഓരോ ദിവസവും ഓരോരുത്തർക്ക് മാറ്റി മാറ്റി കൊടുത്താലും കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം: ആര് ലാസ്റ്റ് വരണം. സ്ട്രോങ്ങായി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അനുമോൾ എവിക്ഷനിലില്ലെങ്കിൽ ആരാണോ അനുമോളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ആരാണോ അവർ പോകണം. അതല്ലേ ഗെയിം. സ്ട്രോങ്ങായി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക എന്നാണ് വൈറലായ ഓഡിയോയിൽ പറയുന്നത്. PR ആർമി ഗെയിമുകൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് സാബുമോൻ 1-2 ആഴ്ച പോകും. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.